കുട്ടികളെ, ഇപ്പോൾ നമ്മൾ ഈ വർഷത്തെ രണ്ടാമത്തെ മാത്സ് ക്ലാസ്സിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ നിങ്ങളെല്ലാവരെയും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മളൊന്ന് ഓർത്ത് നോക്കുക, കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് മനസ്സിലാക്കിയത്, ഓർമ്മ ഉണ്ടാക്കിയാലും ഒന്ന് ഓർത്ത് നോക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്ത് സെൻഡ് ചെയ്ത് തന്നിരുന്നതാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് പ്രധാനമായിട്ടും ത്രികോണങ്ങളുടെ പരപ്പളവുകളെ കുറിച്ചാണ്. എന്താണ് ത്രികോണം അതൊക്കെ പറഞ്ഞു. ത്രികോണത്തിൻ്റെ പരപ്പളവ്, ഏരിയ ഓഫ് ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കാണുന്നത് എങ്ങനെയാണ്? ഓക്കെ, ഒരു ട്രയാങ്കിളിൻ്റെ ബേസ്, പാദവും അതിൻ്റെ ഉയരവും കൂടി ഗുണിച്ചതിൻ്റെ പകുതിയാണ് നമ്മൾ അതിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത്. ട്രയാങ്കിൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്, ഹാഫ് BH പറഞ്ഞാണ്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, രണ്ട് സമാന്തര വരകൾ, അല്ലെങ്കിൽ ടു പാരലൽ ലൈൻസ്, രണ്ട് സമാന്തര വരകൾ വരച്ചിട്ട് ഈ സമാന്തര വരകൾക്കിടയിൽ എത്ര ട്രയാങ്കിൾസ് വേണമെങ്കിലും നമുക്ക് വരയ്ക്കാൻ പറ്റും. രണ്ട് പാരലൽ ലൈൻസിൻ്റെ ഇടയിൽ എത്ര ട്രയാങ്കിൾസ് വേണമെങ്കിലും നമുക്ക് വരയ്ക്കാം. വരച്ചൂടെ? എത്ര ത്രികോണങ്ങൾ വേണമെങ്കിലും വരയ്ക്കാം. ഇങ്ങനെ വരയ്ക്കുന്ന ത്രികോണങ്ങളിലൊക്കെ ബേസ് ഒരേ ലൈനാക്കിയിട്ട്, ഒരേ ബേസ് ആയിട്ട്, ഒരേ പാദമാക്കിയിട്ട് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ എത്ര ട്രയാങ്കിൾസ് വേണമെങ്കിലും വരയ്ക്കാം. ഇങ്ങനെ ഒരേ ബേസ് ഉള്ള ട്രയാങ്കിൾസ് ഒരേ പാരലൽ ലൈൻസിനിടയിൽ എത്ര എണ്ണം വരച്ചാലും അതിൻ്റെയൊക്കെ ഏരിയ സെയിം ആയിരിക്കും, പരപ്പളവ് തുല്യമായിരിക്കും. സിമ്പിളാണ്, അറിയുന്നതല്ലേ? ഈ വരച്ച മൂന്ന് ത്രികോണങ്ങളുടെയും പരപ്പളവ് ഏരിയ എന്താണ്? സെയിം ആണ്. കാരണം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ബേസ് സെയിം ആണ്. പിന്നെ ഇത് പാരലൽ ലൈൻസ്, സമാന്തര വരകളായതുകൊണ്ട് ഹൈറ്റിന് ഒരു വ്യത്യാസം ഉണ്ടാവില്ല. ഹൈറ്റും സെയിം ആയിരിക്കും, ബേസും ഹൈറ്റും സെയിം ആണ്, പാദവും ഉയരവും തുല്യമാണ്. അതുകൊണ്ട് ഈ ത്രികോണങ്ങളുടെയൊക്കെ പരപ്പളവും എന്താണ്? തുല്യമാണ്, ഏരിയാസ് ഈക്വൽ. ആ ഒരു പോയിന്റാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇനി ഈ ചാപ്റ്ററിൽ നമുക്ക് പ്രധാനമായിട്ട് ചെയ്യാനുള്ളത് ഈ ഒരു പോയിന്റ് തന്നെയാണ് പ്രധാനമായിട്ട് മനസ്സിലാക്കാനുള്ളത്. ഇത് മനസ്സിലാക്കിയിട്ട് ഇത് ഉപയോഗിച്ച് ചെയ്യാവുന്ന കുറേ പ്രവർത്തനം, കൂടുതലും ചിത്രങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്, ചിത്രം വരയ്ക്കാനുണ്ട്. നമുക്ക് ആ പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്ത് നോക്കാം ഓരോന്നായിട്ട്. ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ഡ്രോ ട്രയാങ്കിൾ ABC with AB is equal to 6 cm, BC is equal to 7 cm, angle B is equal to 50 degree, and draw another triangle with the same area with one side 7 cm. ഇതാണ് AB സമം 6 cm, BC സമം 7 cm, കോൺ B സമം 50 ഡിഗ്രി. ഈ അളവുകളിൽ ഒരു ത്രികോണം കൃത്യമായിട്ട് വരയ്ക്കുക. എന്നിട്ട് ആ ത്രികോണത്തിൻ്റെ അതേ പരപ്പളവുള്ള മറ്റൊരു ത്രികോണം വരയ്ക്കണം. അതിൻ്റെ ഒരു വശം 7 സെൻറ്റിമീറ്റർ ആണ്. എങ്ങനെ വരയ്ക്കുക നോക്കാം. അപ്പോൾ ആദ്യം ഈ തന്ന അളവിൽ ഒരു ത്രികോണം, ഒരു ട്രയാങ്കിൾ വരയ്ക്കണം. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, 7ലും 8ലൊക്കെയായിട്ട് കുറേ വരച്ച് പഠിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെയാണ് രണ്ട് വശങ്ങളും ഒരു കോണും ഉപയോഗിച്ച് ഒരു ത്രികോണം എങ്ങനെ വരയ്ക്കുക. ഹൗ വി ക്യാൻ ഡ്രോ എ ട്രയാങ്കിൾ വിത്ത് 2 sides ആൻഡ് 1 angle. നമ്മൾ ആദ്യം ചെയ്ത് ഏതെങ്കിലും ഒരു സൈഡ്, ഇപ്പോൾ AB ഞാൻ വരയ്ക്കുകയാണ്. AB is equal to 6 cm. AB വരച്ചു നോക്കുക എല്ലാവരും. AB 6 cm. ദെൻ അടുത്ത് നമുക്ക് ചെയ്യേണ്ടത് ഈ ആംഗിൾ വരയ്ക്കാം. ആംഗിൾ B is equal to 50 degree. അപ്പോൾ ഇവിടെ ആംഗിൾ B ആണ്. അപ്പോൾ Bയിൽ പ്രൊട്രാക്ട് വെച്ചിട്ട് കറക്റ്റ് അളവ് ആംഗിൾ മെഷർ ചെയ്തിട്ട് 50 ഡിഗ്രി കോൺ വരയ്ക്കാം. ഇനി BC is equal to 7 cm. BC സമയം 7 cm ആണ്. അപ്പോൾ ഈ B എന്ന് പറയുന്നത് ഈ കോൺ വരച്ച വരയിൽ 7 cm അടയാളപ്പെടുത്താം. അപ്പോൾ ഇത് കോമ്പസ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ സ്കെയിൽ ഉപയോഗിച്ചോ അടയാളപ്പെടുത്താം. 7 cm. ഇതിന് C കൊടുക്കും. എന്നിട്ട് നമ്മൾ യോജിപ്പിച്ചാൽ ത്രികോണം ABC, പറഞ്ഞ ത്രികോണം ABC, ട്രയാങ്കിൾ ABC കിട്ടും. ABC കിട്ടിയില്ല എല്ലാവർക്കും? ഇതൊന്ന് വരച്ച് നോക്കുക. ഞാൻ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ വരയ്ക്കുക. ഇപ്പോൾ ABC എന്ന് പറയുന്ന ത്രികോണം വരച്ചു. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? ഈ ക്വസ്റ്റിൻ്റെ രണ്ടാമത്തെ പാർട്ട്. ഡ്രോ അനദർ ട്രയാങ്കിൾ വിത്ത് സെയിം ഏരിയ ആൻഡ് വൺ സൈഡ് ഈസ് 7 cm. ഇതേ ത്രികോണത്തിൻ്റെ അതേ പരപ്പളവുള്ള ഒരു സൈഡ്, ഒരു വശം 7 cm ആയ വേറൊരു ത്രികോണം വരയ്ക്കണം. അതെങ്ങനെ വരയ്ക്കാം? അപ്പോൾ ഇതിന് അതേ പരപ്പളവുള്ള ത്രികോണമാണ് നമുക്ക് വരയ്ക്കേണ്ടത്. ഒരു സൈഡ് 7 വരെ എന്ന് പറഞ്ഞാൽ ഈ 7 cm ഉള്ള ഈ സൈഡ് അവിടെ നിർത്തണം, അത് മാറ്റാൻ പാടില്ല. അപ്പോൾ ഈ 7 cm നിർത്തിയിട്ട് നമുക്ക് ഇതിന് തുല്യ പരപ്പളവുള്ള ഒരു ത്രികോണം, ഒരു ട്രയാങ്കിൾ വരയ്ക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ 7 cm ഈ ലൈനിന് സമാന്തരമായിട്ട് ഇതേപോലെ നമുക്ക് ഈ എയിലൂടെ ഒരു ലൈൻ വരയ്ക്കാം, പാരലായിട്ട് വരയ്ക്കാം.
ശ്രദ്ധിക്കണം, നമുക്ക് സമാന്തരമായിട്ട് തന്നെ വരക്കണം, പാരലായിട്ട് വരയ്ക്കുക. ഇതായി വെച്ചു. ഇനി നമുക്ക് ഈ വരയിൽ, ഈ സമാന്തര വരയിൽ, ഈ പാരലൽ ലൈനിൽ എവിടെ നമുക്ക് ഈ എന്ന് പറയുന്ന പോയിന്റ് ഇതിന്റെ മുകൾക്കോ താഴേക്കോ എവിടെ അടയാളപ്പെടുത്തിയാലും ഈ ട്രയാങ്കിളിന് ഈക്വൽ ഏരിയ ഉള്ള തുല്യ പരപ്പളവുള്ള വേറെ ട്രയാങ്കിൾസ്, ഈ ത്രികോണങ്ങൾ കിട്ടും. ഇവിടെ നമുക്ക് ഈ ഏക്ക് പറഞ്ഞാൽ ഇവിടെ അടയാളപ്പെടുത്തി വേറെ ത്രികോണം കിട്ടും. ഇവിടെ വേണമെങ്കിൽ വേറെ പേര് കൊടുക്കാം, ഡി എന്ന് കൊടുക്കാം. അപ്പോൾ ത്രികോണം ബി സി ഡി, ട്രയാങ്കിൾ ബി സി ഡി കിട്ടി. ഇതിന്റെ ഏരിയ പരപ്പളവ് നമ്മൾ ആദ്യം വരച്ച ത്രികോണത്തിന്റെ അതേ പരപ്പളവാണ്. ഒരു സൈഡ് എത്രയാണ്? 7 സെന്റിമീറ്ററിന് വരച്ചുകൂടാണ്. വളരെ സിമ്പിളാണ്, വരച്ചു നോക്കാം. ഓക്കെ. രണ്ടാമത്തെ draw a triangle with sides 4 cm, 7 cm and 6 cm. And draw an isosceles triangle with same area 4 cm, 7 cm, 6 cm. ഈ അളവിലുള്ള ഒരു ത്രികോണം വരയ്ക്കുക. എന്നിട്ട് ഇതിന്റെ അതേ പരപ്പളവുള്ള ഒരു സമപാർശ്വ ത്രികോണം, ഇത് ഐസോസെലസ് ട്രയാങ്കിൾ വരയ്ക്കണം. എന്താണ് സമപാർശ്വ ത്രികോണം? എന്താണ് സമപാർശ്വ ത്രികോണം എന്ന് പഠിച്ചതാണ്. സമപാർശ്വ ത്രികോണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങൾ, ഏതെങ്കിലും രണ്ട് വശങ്ങൾ തുല്യമാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സമപാർശ്വ ത്രികോണം, ഐസോസെലസ് ട്രയാങ്കിൾ. 2 sides are equal. അപ്പോൾ 3 വശങ്ങൾ തുല്യമായ ത്രികോണത്തിന് എന്താ പറയുക? ഒന്ന് നിങ്ങൾ പഠിച്ചാണ്, 3 വശങ്ങളും തുല്യമായ ത്രികോണം. ഈ 3 വശങ്ങളും തുല്യമാണെങ്കിൽ 3 sides are equal ആണെങ്കിൽ നമ്മൾ സമഭുജ ത്രികോണം എന്ന് പറയും. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. അപ്പോൾ നമുക്കിവിടെ വരക്കേണ്ടത് ആദ്യം 4 സെന്റിമീറ്റർ, 7 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ ഈ അളവിൽ ത്രികോണം വരയ്ക്കണം. അപ്പോൾ അത് വരയ്ക്കുമ്പോൾ നമുക്കറിയാം 3 സൈഡ് വേറെ വേറെ വ്യത്യസ്ത അളവാണ് അല്ലേ. അപ്പോൾ എങ്ങനെ വരയ്ക്കുക? ഏതെങ്കിലും ഒരു സൈഡ് ആദ്യം വരയ്ക്കും. അപ്പോൾ 7 ഞാൻ ആദ്യം വരച്ചു, 7 സെന്റിമീറ്റർ വരച്ചു. ബാക്കി 2 വശങ്ങൾ നിങ്ങൾക്കറിയാം. എങ്ങനെയാണ് വരയ്ക്കല്? സ്കെയിൽ മാത്രം ഉപയോഗിച്ചാണോ? അല്ല, ഇത് കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ കോമ്പസും കൂടി ഉപയോഗിച്ച് വേണം വരയ്ക്കാൻ. കോമ്പസിൽ നമ്മൾ 4 സെന്റിമീറ്റർ എടുത്തിട്ട് ഇതിൻ്റെ ഒരു അറ്റത്ത് നിന്ന് ഒരു ആർക്ക് വരയ്ക്കുക. പിന്നെ അടുത്തത് കോമ്പസിൽ 6 സെന്റിമീറ്റർ എടുത്തിട്ട് ഇതിൻ്റെ മറ്റേ അറ്റത്ത് നിന്ന് ഒരു ചാർട്ട് വരയ്ക്കുക. 2 ആർക്ക് വരച്ചിട്ട് ഇത് യോജിപ്പിച്ചിട്ടാണ് കൃത്യമായിട്ട് നമ്മൾ വരയ്ക്കുക. അപ്പോൾ നിങ്ങൾ വരച്ച് പഠിച്ചതാണ്. അപ്പോൾ ഇത് 4, 6. അപ്പോൾ ട്രയാങ്കിൾ, ആ ത്രികോണം നമ്മൾ വരച്ചു. ഇനി ചെയ്യേണ്ടത് നമുക്കിതാണ്, ഇതിൻ്റെ അതേ പരപ്പളവുള്ള സെയിം ഏരിയ ഉള്ള മറ്റൊരു ത്രികോണം, ഒരു ട്രയാങ്കിൾ വരയ്ക്കണം. അത് എങ്ങനെയുള്ള ട്രയാങ്കിൾ ആവണം? അതൊരു ഐസോസെലസ് ട്രയാങ്കിൾ അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണമാണ്. എങ്ങനെ വരയ്ക്കും? അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ഈ സ്റ്റെപ്പ് തന്നെയാണ്. നമ്മൾ ആദ്യം തുല്യ പരപ്പളവുള്ള ത്രികോണം വരയ്ക്കാൻ നമ്മൾ ആദ്യം ചെയ്യല് അതിൻ്റെ പാദത്തിന് സമാന്തരമായ ഒരു വര വരയ്ക്കുക, പാരലൽ ലൈൻ. ഓക്കെ, പാരലൽ ലൈൻ വരച്ചു. ഇനി നമുക്കറിയാം, ഈ വരയിൽ എവിടെ നമ്മളൊരു പോയിന്റ് അടയാളപ്പെടുത്തി യോജിപ്പിച്ചാലും നമുക്ക് തുല്യ പരപ്പളവുള്ള ത്രികോണം കിട്ടും. പക്ഷെ അത് എന്താവണം? സമപാർശ്വ ത്രികോണം അല്ലെങ്കിൽ ഐസോസെലസ് ട്രയാങ്കിൾ ആവണമെങ്കിൽ എവിടെയെങ്കിലും അടയാളപ്പെടുത്തിയാൽ പോരാ. ഇതിൽ എവിടെയോ ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് യോജിപ്പിച്ചാലാണ് നമുക്ക് 2 വശങ്ങളും തുല്യമായ അല്ലെങ്കിൽ ഐസോസെലസ് ട്രയാങ്കിൾ. ഇത് എവിടെയാണെന്ന് കണ്ടെത്താം. അതെവിടെയാണെന്ന് കണ്ടെത്താൻ ചെയ്യേണ്ടതാണ് ഈ പാദത്തിന്റെ, ഈ വരയുടെ ലംബ സമഭാജി അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. എങ്ങനെയാണ് ലംബ സമഭാജി വരയ്ക്കുക? അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടാണ് ഒരു ലൈനിൻ്റെ ലംബ സമഭാജി. പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ ഈ ലൈനിൻ്റെ കൃത്യമായി മധ്യബിന്ദുവിലൂടെ, നടുവിലൂടെ കടന്നു പോകുന്ന ലംബം. ഇങ്ങനെയാണ് നമ്മൾ ലംബ സമഭാജി അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറയും. അപ്പോൾ അതെങ്ങനെ വരയ്ക്കാം? ഈ വരയുടെ ലംബ സമഭാജി വരയ്ക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കാം. ഒരുപാട് പ്രാവശ്യം 6ാം ക്ലാസ് മുതലൊക്കെ നമ്മൾ പഠിച്ചു വരുന്നതാണ്. നമുക്കറിയാം, ഇതിൻ്റെ ഒരു വരയുടെ ലംബ സമഭാജി വരയ്ക്കാൻ, അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാൻ കോമ്പസ് എടുത്തിട്ട് അതിൻ്റെ ഒരു അറ്റത്ത് വെക്കുക. എന്നിട്ട് ഏതെങ്കിലും അതിൻ്റെ പകുതിയേക്കാൾ കൂടുതലുള്ള ഒരു അളവെടുത്തിട്ട് ഒരു ചാർട്ട്, ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക, താഴെ വരയ്ക്കാം. ഇങ്ങനെ 2 ആർക്ക് വരച്ചിട്ട് അതേപോലെ അതിൻ്റെ മറ്റേ അറ്റത്ത് കൊണ്ടുപോയി വെച്ചിട്ട് എന്ത് ചെയ്യാം? 2 ആർക്ക് വരയ്ക്കാം. ഈ 2 പോയിന്റും കൂടി യോജിപ്പിച്ച് കിട്ടുന്ന വര നമ്മൾ ആദ്യം വരച്ച വരയുടെ കറക്റ്റ് മധ്യത്തിൽ മിഡ് പോയിന്റിലൂടെ ആയിരിക്കും അതിന് പെർപെൻഡിക്കുലർ ആയിട്ട്. ഇങ്ങനെയാണ് നമ്മൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ലംബ സമഭാജി വരയ്ക്കുക. അറിയുന്നതല്ലേ? ഒന്ന് ആലോചിച്ചാൽ കിട്ടും.
കുറേ പ്രാവശ്യം വരച്ചിട്ടുള്ളതാണ്. അതേപോലെ നമ്മൾ എന്ത് ചെയ്യുക, ഈ പാദത്തിന് 7 സെൻറ്റിമീറ്ററുള്ള സൈഡിൻ്റെ ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ട് വരയ്ക്കാം. കോമ്പസ് ഉപയോഗിച്ച് വരച്ചു നോക്കാം. വരക്കുന്ന കൂടെ തന്നെ വരയ്ക്കാം. വരച്ചാൽ കറക്റ്റ് സെൻറ്ററിലൂടെ കിട്ടും. എന്നിട്ട് ഈ പെർപെൻഡിക്കുലർ ബൈസെക്ട് ലംബസമവാചി വരച്ച്, ഈ ലംബസമവാചി നമ്മൾ നേരത്തെ വരച്ച ആ സമാന്തര വരയിലെ ഒരു പോയിന്റിൽ ടച്ച് ചെയ്യുന്നത് കാണാൻ പറ്റും, കട്ട് ചെയ്യുന്നത് കാണാം. ഈ പോയിന്റുമായിട്ട് യോജിപ്പിച്ച് നോക്കാം. ഈ പോയിന്റുമായിട്ട് ഇങ്ങോട്ട് യോജിപ്പിച്ചാൽ നമുക്ക് നേരത്തെ വരച്ച അതേ ത്രികോണത്തിൻ്റെ അതേ പരപ്പളവുള്ള സെയിം ഏരിയ ഉള്ള ഒരു ട്രയാങ്കിൾ കിട്ടും. നിങ്ങൾ അളന്ന് നോക്കിയാൽ മനസ്സിലാക്കാം, ഈ രണ്ട് സൈഡും ഈക്വലായി, ഈ രണ്ട് വശങ്ങളും തുല്യമായി നമുക്ക് എന്ത് കിട്ടി? നമ്മൾ ആദ്യം വരച്ച ത്രികോണത്തിൻ്റെ തുല്യ പരപ്പളവുള്ള അതേ പരപ്പളവുള്ള ഒരു ഐസോസെലസ് ട്രയാങ്കിൾ, ഒരു സമപാർശ്വ ത്രികോണം കിട്ടി. ഇടല്ലേ? വരച്ചു നോക്കുന്നു. മറ്റൊരു ചോദ്യം നോക്കാം. Draw a circle and a triangle with one vertex is on the center of circle and the other two vertices are on the circle. And draw another triangle with the same area with 3 vertices are on the circle. എന്നാൽ ഒരു വൃത്തം വരയ്ക്കുക. ഒരു വൃത്തം വരച്ചിട്ട് ഇതിൽ പറയുന്നതാണ്, ഡ്രോ എ ട്രയാങ്കിൾ വിത്ത് 1 vertex on the center of circle and the other 2 vertices are on the circle. ഒരു വെർട്ടെക്സ്, ഒരു മൂല, ഒരു ശീർഷം ഈ വൃത്തത്തിൻ്റെ സെൻറ്ററിലും ബാക്കി 2 മൂലകൾ ഈ വൃത്തത്തിലെ 2 പോയിന്റുമായിട്ട് ഒരു ത്രികോണം. ഇത് ചെയ്യേണ്ടതാണ്. ഡ്രോ അനദർ ട്രയാങ്കിൾ വിത്ത് സെയിം ഏരിയ, ഇതിൻ്റെ അതേ ഏരിയ ആവണം. വിത്ത് 3 വെർട്ടിസസ് ആർ ഓൺ ദ സർക്കിൾ, ഈ 3 ശീർഷങ്ങളും ഈ വൃത്തത്തിലുള്ള പോയിന്റ് ആവും. വൃത്തത്തിലുള്ള പോയിന്റ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം, ഇതിലുള്ള വൃത്തത്തിലുള്ള പോയിന്റ് ഏതൊക്കെയാണ്? ഈ 2 പോയിന്റ്സ് ആണ്. ഒരു വൃത്തത്തിലെ ഒരു സർക്കിളിനെ അപേക്ഷിച്ച് പറയുമ്പോൾ കൂടി മനസ്സിലാക്കാം, ഒരു വൃത്തത്തെ അടിസ്ഥാനമാക്കി നമ്മൾ 3 രീതിയിലാണ് പോയിന്റുകൾ പറയുന്നത്. അത് ഒന്ന് വൃത്തത്തിൽ, ഇൻസൈഡ് അല്ലെങ്കിൽ ഓൺ ദ സർക്കിൾ. പിന്നെ വൃത്തത്തിനുള്ളിൽ, അതാണ് ഇൻസൈഡ് ദ സർക്കിൾ. പിന്നെ വൃത്തത്തിന് പുറത്ത്, ഔട്ട്സൈഡ് ദ സർക്കിൾ. എപ്പോഴാണ് നമ്മൾ ഒരു പോയിന്റ് വൃത്തത്തിലെ ബിന്ദു അല്ലെങ്കിൽ വൃത്തത്തിലെ ബിന്ദുവാണെന്ന് പറയുമ്പോഴാണ് ഞാനിവിടെ ഒരു പോയിന്റ്, ഈ പോയിന്റ് ഈ വൃത്തത്തിലെ ബിന്ദുവാണെന്ന് പറയുന്നത് ഇല്ല, ഇത് ഈ വൃത്തത്തിൻ്റെ ഉള്ളിലുള്ള പോയിന്റ്, ഇൻസൈഡ് ദ സർക്കിൾ. വൃത്തത്തിലെ ബിന്ദു എന്ന് പറയുകയാണെങ്കിൽ ആ ബിന്ദു ഈ വരയിൽ എവിടെയെങ്കിലും വരുമ്പോഴാണ് ആ പോയിന്റിനെ നമ്മൾ വൃത്തത്തിലെ ബിന്ദു അല്ലെങ്കിൽ ഓൺ ദ സർക്കിൾ എന്ന് പറയും. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ എവിടെ ഇട്ടാലും ആ പോയിന്റ് പറയുന്നത് വൃത്തത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഇൻസൈഡ് ദ സർക്കിൾ എന്നാണ്. പുറത്താണെങ്കിൽ ഔട്ട്സൈഡ് ദ സർക്കിൾ, വൃത്തത്തിൻ്റെ പുറത്തെന്ന് പറയും. എപ്പോഴും ശ്രദ്ധിക്കുക, ഓൺ ദ സർക്കിൾ അല്ലെങ്കിൽ വൃത്തത്തിലെ ബിന്ദു എന്ന് പറയുമ്പോൾ അത് ഇതിൻ്റെ ഉള്ളിലല്ല വരിക, ഇതിൻ്റെ ഈ വളഞ്ഞ വരയിൽ വരുമ്പോൾ മാത്രമാണ് എന്തെന്ന് പറയുക, വൃത്തത്തിലെ ബിന്ദു അല്ലെങ്കിൽ ഓൺ ദ സർക്കിൾ എന്ന് പറയും. ഇവിടെ നമ്മൾ വരയ്ക്കുന്നത് ഈ ചിത്രത്തിലെ ഈ ത്രികോണത്തിൻ്റെ ഇപ്പം നിലവിലുള്ളത് ഒരു വെർട്ടെക്സ്, ഒരു ശീർഷം വൃത്തത്തിൻ്റെ സെൻറ്ററിലാണ്, 2 ശീർഷങ്ങൾ വൃത്തത്തിലാണ്. ഇതിൻ്റെ 3 ശീർഷങ്ങളും വൃത്തത്തിലുള്ള പോയിന്റ് മാത്രം. ഇതിൻ്റെ ഏരിയ ചേഞ്ച് ചെയ്യാൻ പാടില്ല. എന്നാൽ അതേ പരപ്പളവിനുള്ള ത്രികോണമാണ് വരയ്ക്കുന്നത്. എങ്ങനെ വരയ്ക്കാം? ശ്രദ്ധിക്കുക, വളരെ എളുപ്പമാണ്. ഞാൻ ആദ്യം ഈ വര, ഇപ്പോൾ ഇതിലിപ്പോൾ ഈ സൈഡ് ഇപ്പോൾ ഓൾറെഡി 2 പോയിന്റ് വൃത്തത്തിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് മാറ്റേണ്ട ആവശ്യമില്ല. നമുക്ക് മാറ്റേണ്ടത് ഈ ഒരു പോയിന്റ്. ഈ ഒരു പോയിന്റിനെ നമുക്ക് എവിടേക്കാക്കണം? ഈ വൃത്തത്തിലെ ഏതെങ്കിലും ഒരു പോയിന്റ് ആക്കി മാറ്റണം. അതിന് വേണ്ടിയിട്ട് ഈ ലൈനിന് പാരലലായിട്ട്, ഇതിന് സമാന്തരമായിട്ട് ഇവിടെ ഒരു ലൈൻ, ഈ പോയിന്റിലൂടെ ഈ വെർട്ടെക്സിലൂടെ തന്നെ കറക്റ്റായിട്ട് വരയ്ക്കുക. ഇതിന് പാരലലിന് സമാന്തരമായിട്ട് വരയ്ക്കാം. അപ്പോൾ ഈ വര ഇതിന് സമാന്തരമാണ്. ഇത് നമുക്കറിയാം, ഈ വരയിലെ ഏത് പോയിന്റ് ഉപയോഗിച്ച് നമുക്ക് ഈ ത്രികോണത്തിന് തുല്യ പരപ്പളവുള്ള ഈക്വൽ ഏരിയയുള്ള ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റും, വരച്ചുവിടാൻ. അപ്പോൾ നമുക്ക് ഇവിടെ അത് വൃത്തത്തിലുള്ള പോയിന്റ് ആണെങ്കിൽ 2 പോയിന്റുകൾ എടുക്കാം. ഏതൊക്കെ എടുക്കാം? ഒന്നുകിൽ ഇതിൻ്റെ മുകളിലുള്ള ഈ പോയിന്റ്, അല്ലെങ്കിൽ താഴെയാണ്. ഈ 2 പോയിന്റുകൾ ഈ വൃത്തത്തിലുള്ള പോയിന്റ് ഓൺ ദ സർക്കിളാണ് അല്ലേ? അപ്പോൾ ഈ പോയിന്റിനെ നമുക്ക് ഇവിടേക്ക് മാറ്റാം, അല്ലെങ്കിൽ ഇവിടേക്ക് മാറ്റാം.
ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു ത്രികോണം, ഒരു ട്രയാങ്കിൾ കിട്ടും. ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ നേരത്തെ നമ്മൾ ആദ്യം വരച്ച ട്രയാങ്കിളിൻ്റെ അതേ ഏരിയ ആയിരിക്കും. കാരണം എന്താണ് ഇതിൻ്റെ ബേസ് രണ്ടും സെയിം ആണ്. പിന്നെ ഇത് രണ്ടും നിൽക്കുന്നത് രണ്ട് പാരലൽ ലൈൻസിൻ്റെ ഇടയിലാണ്, സമാന്തര വരകൾക്ക് ഇടയിലായതുകൊണ്ട് നമുക്ക് പറയാം ഇതിൻ്റെ രണ്ടിൻ്റെയും പരപ്പളവ് ഏരിയ തുല്യമാണ്. ഇനി നമുക്ക് രണ്ടാമത് വരച്ച ത്രികോണത്തിൻ്റെ 3 പോയിന്റ് 3 വെർട്ടെക്സ് 3 ശീർഷങ്ങളും എവിടെയാണ്? ഇത് രണ്ടും വൃത്തത്തിലാണ്, ഇത് വൃത്തത്തിൽ തന്നെ അല്ലേ ആണ്. അപ്പോൾ 3 ശീർഷങ്ങളും എവിടെ നിന്ന്? വൃത്തത്തിൽ തന്നെയായി തുല്യ പരപ്പളവുള്ള ത്രികോണം വരച്ചു. ഓക്കെ, അപ്പോൾ ഈ പ്രവർത്തനങ്ങളൊക്കെ ഇതൊക്കെ ഒന്ന് വരച്ച് നമുക്ക് സ്വന്തമായിട്ട് നോട്ടിൽ കൃത്യമായിട്ട് അളവെടുത്തിട്ട് തന്നെ കൃത്യമായിട്ട് ചിത്രങ്ങളൊക്കെ വരച്ച് നോക്കാം. ഒരു ചോദ്യം അടുത്തത്, draw triangle ABC with AB is equal to 7 centimeter, AC is equal to 8 centimeter, angle A is equal to 40 degree. AB 7 centimeter, AC is equal to 8 centimeter, angle A 40 degree. ഇങ്ങനെ ത്രികോണം വരും. നമ്മൾ നേരത്തെ വരച്ച തന്നെയാണ് AB 7, പിന്നെ AC 8, കോൺ A is equal to 40. അപ്പോൾ നമ്മൾ A വെച്ചിട്ട് 40 ഡിഗ്രി കോൺ വരയ്ക്കാം. AC അടയാളപ്പെടുത്തുക, ഇവിടെ 8 സെന്റിമീറ്റർ അടയാളപ്പെടുത്തി ത്രികോണം വരച്ചു. ഈ ചോദ്യമാണ് എനിക്ക് ഡ്രോ ട്രയാങ്കിൾ ABP. Triangle ABP, draw triangle ABP with same area and angle ABP is equal to 60 degree. ഇതാണ് ഈ ചിത്രത്തിൽ draw triangle ABP with same area and angle ABP is equal to 60 degree. ഈ ചിത്രത്തിൽ തന്നെ ABP എന്ന് പറയുന്ന ഒരു ത്രികോണം വരക്കണം. അത് ഇതിൻ്റെ പരപ്പളവ് ഇതേ പരപ്പളവ് തന്നെ ആയിരിക്കണം. കോൺ ABP എന്ന് പറയുന്നത് 60 ഡിഗ്രി ആവും വേണം. അപ്പോൾ എങ്ങനെ വരയ്ക്കാം? നമ്മൾ വരക്കേണ്ടത് ഇനി ത്രികോണം ABP, ട്രയാങ്കിൾ ABP ആണ് വരക്കേണ്ടത്. എങ്ങനെ വരക്കാൻ നോക്കാം. ഇവിടെ ABC ആണുള്ളത്. അപ്പോൾ നമുക്കറിയാം ABക്ക് വ്യത്യാസമൊന്നുമില്ല, ഈ C ആണ് നമുക്ക് മാറ്റുന്നത് അല്ലേ. ഈ C മാറ്റണമെങ്കിൽ എന്ത് ചെയ്യും? സിമ്പിളാണ്, നമ്മൾ ചെയ്ത കാര്യം തന്നെയാണ്. ഈ C എന്ന് പറയുന്ന പോയിന്റ് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? എവിടേക്ക് മാറ്റാം? ഇത് ഈ C എന്ന് പറയുന്ന പോയിന്റ് മുകളിലേക്ക് മാറ്റാൻ പറ്റുമോ? മുകളിലേക്ക് മാറ്റി എന്താ സംഭവിക്കുക? ഇതിൻ്റെ പരപ്പളവ് മാറും അല്ലേ. താഴേക്ക് മാറ്റിയാലും പരപ്പളവ് ഏരിയ മാറും. പിന്നെ ഇത് മാറ്റാൻ പറ്റുന്നത് എവിടേക്കാണ്? ഈ സീനെ നമുക്ക് ഇതിന് സമാന്തരമായിട്ട് ഇതിൻ്റെ റൈറ്റ് സൈഡിലേക്കും മാറ്റാം, ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കും മാറ്റാം. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ABക്ക് സമാന്തരമായിട്ട് പാരലലായിട്ടുള്ള അതിന് സീലൂടെ വരയ്ക്കും. നമ്മൾ രണ്ടാമത്തെ ട്രയാങ്കിൾ ABP ആണ് വരയ്ക്കുന്നത്. അപ്പോൾ ഈ P എന്ന് പറയുന്ന പോയിന്റ് ഈ ലൈനിൻ്റെ എവിടെയാണ്? എവിടെയും നമുക്ക് അടയാളപ്പെടുത്തിയാൽ നമുക്ക് തുല്യ പരപ്പളവുള്ള അല്ലെങ്കിൽ ഈക്വൽ ഏരിയയുള്ള ട്രയാങ്കിൾ കിട്ടും. പക്ഷെ അവിടെ ഒരു കണ്ടീഷൻ കൂടി പറഞ്ഞത് ആംഗിൾ ABP ഈസ് ഈക്വൽ ടു 60 അല്ലെങ്കിൽ കോൺ ABP 60 ഡിഗ്രി ആവും. അപ്പം അതെങ്ങനെയാണ് വരയ്ക്കുന്നത്? കോൺ ABP 60 ഡിഗ്രി ആവുന്ന രീതിയിൽ എങ്ങനെയാണ് ഇത് വരയ്ക്കുക നോക്കാം. അപ്പോൾ നമ്മൾ കോൺ ABP എന്ന് പറഞ്ഞാൽ ബിയിലാണ് കോൺ. ബിയിൽ പ്രൊട്രാക്ട് വെച്ചിട്ട് കൃത്യമായിട്ട് അത് നോക്കുക. 60 ഡിഗ്രി അളവ് കോൺ വരയ്ക്കാൻ നിങ്ങൾക്ക് അറിയുന്നതാണ് ആംഗിൾ വരയ്ക്കാൻ. അപ്പോൾ 60 ഡിഗ്രി അളവ് നോക്കിയിട്ട് ഇവിടുന്ന് ആംഗിൾ വരയ്ക്കുക. ആ ആംഗിള് ഈ പാരലൽ ലൈനിനെ ടച്ച് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റാണ് നമ്മൾ തിരഞ്ഞുകൊണ്ടിരുന്ന പോയിന്റ് P എന്ന് പറയുന്ന പോയിന്റ്. അത് അടയാളപ്പെടുത്തുക, എന്നിട്ട് എയുമായിട്ട് യോജിപ്പിക്കുക. നമുക്ക് എന്ത് കിട്ടി? ഈ ട്രയാങ്കിൾ ABP കിട്ടി. ഇതിൻ്റെ ഏരിയ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ട്രയാങ്കിൾ ABCയുടെ അതേ ഏരിയ തന്നെയാണ്. കൂടാതെ ABP എന്ന് പറയുന്ന ഈ ആംഗിൾ, ഈ കോൺ എത്ര ആയിരിക്കും? 60 ഡിഗ്രി അല്ലെങ്കിൽ 60 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇന്ന് കൃത്യമായിട്ട് ഈ ചിത്രങ്ങൾ കൃത്യമായിട്ട് തന്നെ ഈ ഞാൻ പറഞ്ഞ അളവുകളിൽ തന്നെ ഒന്ന് വരച്ച് നമുക്ക് ഇന്ന് തന്നെ എനിക്ക് സെൻഡ് ചെയ്തില്ല. എന്നിട്ട് ഇതിൽ നിന്ന് എന്തെങ്കിലും സംശയങ്ങൾ അല്ലെങ്കിൽ വരയ്ക്കാൻ കഴിയാത്തത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക? പേഴ്സണലായിട്ട് നമ്മൾ ഗ്രൂപ്പ് ഡിസ്കഷനൊക്കെയുള്ള സമയത്ത് എല്ലാവരും സജീവമായിട്ട് തന്നെ അത് ചോദിച്ച് ക്ലിയർ ചെയ്യും. ഓക്കെ, താങ്ക് യു.